والذين كفروا بعضهم أولياء بعض إلا تفعلوه تكن فتنة في الأرض وفساد كبير. والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم. والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك منكم وأولو الأرحام بعضهم أولى ببعض في كتاب الله إن الله بكل شيء عليم. എല്ലാവരോടും കരുണയുള്ളവനും ഏറ്റവും വലിയ കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹീതമായ ഐശ്വര്യപൂർണമായ നാമത്തിൽ വളരെ മഹത്തരമായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവൻ നമ്മെ പടച്ചു, നമുക്ക് ആവശ്യമായതെല്ലാം കനിഞ്ഞുരളി. ഏറ്റവും പ്രധാനമായും ഇരുലോക വിജയത്തിന്റെ മാനദണ്ഡമായ പരിശുദ്ധ ഖുർആനും ആ ഖുർആനിന്റെ സമ്പൂർണ്ണ രൂപമായ അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കനിഞ്ഞരളി. അല്ലാഹുവിന്റെ ആയിരമായിരം സ്വലാത്തുകളും സലാമുകളും ഈ ലോകത്ത് ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് കഠിനാധ്വാനം ചെയ്ത അതിന്റെ പതാകവാഹകരായി നിലയുറപ്പിച്ച മഹാന്മാരായ എല്ലാ നബിമാരുടെ മേലും വർഷിക്കുമാറാകട്ടെ. വിശിഷ്യ നമ്മുടെ എല്ലാ നന്മകളുടെ അടിസ്ഥാനവും ഈ ലോകത്തിന്റെ മുഴുവൻ നബിമാരുടെയും നായകനുമായ സയ്യിദുൽ കൗനൈൻ ഖാതിമുൻ നബിയ്യീൻ ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ സ്വലാത്തുകളും സലാമുകളും നാം ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊളുത്തിവെച്ച വിളക്കിൽ നിന്നും വിളക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് കരയും കടലും പരിഗണിക്കാതെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നീങ്ങിയ മുഹമ്മദി പുഷ്പങ്ങളായ മുഴുവൻ സഹാബാക്കളെയും
റഹ്മാനായ റബ്ബ് വാരിക്കോരി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹാബത്തിന്റെ ശിക്ഷണത്തിന് സൗഭാഗ്യം സിദ്ധിച്ച താബിഈങ്ങൾ, അവരിൽ നിന്നും കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും ഭാഗ്യമുണ്ടായ താബിഈങ്ങൾ, അങ്ങനെ പരമ്പരയായി നമ്മിൽ ഈമാനും ഇസ്ലാമും ഇഹ്സാനും എത്തിച്ചേരാൻ കാരണക്കാരായ മുഫസ്സിരീങ്ങൾ, മുഹദ്ദിഥീങ്ങൾ, നവോത്ഥാന നായകർ, പ്രബോധക പോരാളികൾ, അലയടിച്ചുയരുന്ന അലമാലകൾക്ക് മുന്നിൽ പടച്ചവനെ ഇതിന്റെ ദീനിന്റെ ശബ്ദം ഇതിന്റെ അപ്പുറവും എനിക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങുമായിരുന്നു എന്ന് പറഞ്ഞ് പ്രബോധനത്തിന്റെ അതിമഹത്തരമായ കർത്തവ്യങ്ങൾ നിർവഹിച്ച മുഴുവൻ മഹത്തുക്കളുടെ മേലും അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. വിശിഷ്യ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഇതം പ്രഥമമായി എത്തിച്ചു തന്ന മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ മന്ദമാരുതൻ അടിച്ചു വീശുമ്പോൾ കടലിൽ നിന്നും ഉയരുന്ന തിരമാലകളോട് സല്ലപിച്ചുകൊണ്ട് ഉയരുന്ന ആ കാറ്റുകൾ സംഗീതം പാടിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ പാദസ്പർശനങ്ങളിലൂടെയാണ് ഈ തീരപ്രദേശങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി മാറിയത്. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ നന്മകൾക്ക് കാരണമായ നമ്മുടെ മുൻഗാമികൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുകൾ, ഗുരുവര്യന്മാർ, സഹായികൾ, മസ്ജിദുകൾ സ്ഥാപിച്ചവർ, അതിനുവേണ്ടി സ്ഥലം കൊടുത്തവർ, അതിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തവർ, അവരിൽ പലരുടെയും ഖബറുകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. വേറെ ധാരാളം ആളുകൾ എവിടെയെല്ലാമോ പോയി വിശ്രമിക്കുകയാണ്. ഈ അനുഗ്രഹിക്കുന്ന നിമിഷത്തിൽ അവരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുക. പടച്ചവന്റെ റഹ്മത്ത് ബറകാത്തുകൾ അവരുടെ മേൽ അനവരതം വർഷിക്കുമാറാകട്ടെ. ആ മഹാന്മാരുടെ പാതയിലൂടെ സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങാനും നല്ല മുൻഗാമികളുടെ ഉത്തമ പിൻഗാമികൾ എന്ന കർത്തവ്യം നിർവഹിക്കാനും അല്ലാഹു പിൻഗാമികളായ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, വളരെയധികം അനുഗ്രഹീതമായ ഒരു പരിപാടിക്കാണ് നിങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടി പരിശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരിപാടികൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, പരിപാടിക്ക് വേണ്ടിയുള്ള പരിപാടി. തിരുവനന്തപുരത്തിൽ പരിപാടി നടക്കുന്നു, എറണാകുളത്ത് നടക്കുന്നതായിട്ട് കണ്ടു, കൊല്ലത്ത് ഇങ്ങനെയൊന്ന് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളുടെ നാട്ടിലും ഒരു പരിപാടി നടത്തണം. ഇതിന് പരിപാടികളോട് മത്സരിക്കൽ എന്ന് പറയും. ഇതുകൊണ്ട് വലിയ ഫലമൊന്നുമില്ല, ഒരു ഗുണവുമില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ലെങ്കിലും വലിയ ഫലങ്ങളൊന്നും ഇതിനില്ല. വേറെ ഒന്ന്,
ഒരു പരിപാടിയെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ കാരണമാക്കി വളരെയധികം ത്യാഗത്തോടെ കുറെ പരിശ്രമങ്ങൾ നടത്തുകയും എന്നിട്ട് അതിൽ നിന്നും വെളിച്ചം സ്വീകരിച്ച് തുടർന്നുള്ള പരിശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഈ പരിപാടി മഹത്തരമാണ്, അനുഗ്രഹീതമാണ്. ഇസ്ലാമിൽ ഒരിക്കലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു പരിപാടി നടത്തി ഒന്നുമില്ലായ്മയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥാവിശേഷമില്ല. മറിച്ച് കുറെ അധ്വാനിച്ച് ഒരു കാര്യം ചെയ്യൽ, അവിടെ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അടുത്ത പരിശ്രമങ്ങളിലേക്ക് നീങ്ങൽ. فَإِذَا فَرَغْتَ فَانصَبْ وَإِلَى رَبِّكَ فَارْغَب. ഇശാ നമസ്കാരത്തിനാണെന്ന് തോന്നുന്നു ഇമാമിന്റെ പാരായണം നെഞ്ചിൽ തറച്ചു കിടക്കുന്നു. ലോകത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർന്ന യതീമായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അറിയിക്കുന്നു, കനൽ പദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന താങ്കൾ ഒരിക്കലും ഈ ത്യാഗങ്ങൾ വെറുതെയാണെന്ന് വിചാരിക്കരുത്. ഈ ത്യാഗങ്ങൾക്കെല്ലാം വലിയ ഫലമുണ്ട്. ആകയാൽ ഇദാ ഫറഗ്ത ഫൻസബ്, ഒരു നന്മ കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുക. വഇലാ റബ്ബിക ഫർഗബ്, രക്ഷിതാവിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്കൾ മുന്നോട്ട് നീങ്ങുക. അതുകൊണ്ട് നമ്മളുടെ ഈ പരിശ്രമത്തിന്റെ ലക്ഷ്യം ഒരു നിരന്തരമായ പരിശ്രമമായിരിക്കണം. എനിക്ക് വലിയ സന്തോഷമുണ്ട്, അൽഹംദുലില്ലാ. ഇവിടെ നിങ്ങളെല്ലാവരും സഹകരിച്ച് ഒരു സ്ഥാപനം സ്ഥാപിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ, തഹ്ഫീദുൽ ഖുർആൻ കോളേജ് എന്ന പേരിൽ. അതിലേക്ക് വിദേശികളെ സ്വാഗതം ചെയ്യുന്നതിന് പകരം സ്വദേശികളായ കുഞ്ഞുങ്ങളെ തന്നെ പഠിപ്പിക്കണമെന്ന ഒരു അത്ഭുതകരമായ നിർബന്ധ ബുദ്ധി നിങ്ങൾ കാണിച്ചു. തീർച്ചയായിട്ടും അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇനി ഇതിനൊരു ആവേശം വരുത്താൻ ഓരോ വീട്ടിലും ഓരോ ഹാഫിദ് എന്നൊരു മഹത്തായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ വെട്ടൂർ ഹോളി ഖുർആൻ അവാർഡ് എന്ന പേരിൽ ഒരു വിശാലമായ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ശരീഫുമായിട്ടുള്ള ഒരു ഉന്നത ബന്ധത്തിന് ഈ പരിപാടിയെ കാരണമാക്കിക്കൊണ്ട് ഒരു നിരന്തരമായ ഖുർആനിക പ്രയാണത്തിന് തുടക്കം കുറിക്കാൻ അള്ളാഹു നമുക്ക് ഇതിലൂടെ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്തിന്റെ അവസ്ഥ എന്നെക്കാളും നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. ലോകം മുഴുവനും പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ അനുഗ്രഹീതമായ നാട്, മഹാന്മാരുടെ ത്യാഗ പരിശ്രമങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഇന്ത്യ മഹാരാജ്യം അതിസങ്കീർണതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാചകമടിക്കുന്ന ഒരു വലിയ നേതൃത്വം, വേണ്ടാത്തതെല്ലാം വിളിച്ചു പറയുന്ന വർഗീയത വിളമ്പുന്ന, മതവുമായി ബന്ധമെന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതിന് കീഴിൽ മുഴുവൻ തോന്നിവാസങ്ങളും പ്രവർത്തിക്കുന്ന അക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്ന കെട്ടഴിച്ചു വിട്ട കുറെ ആൾക്കൂട്ടം. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്ന 3 അത്ഭുതകരമായ ചിത്രങ്ങൾ. ലോകം മുഴുവനും കറങ്ങി നടന്ന് ഒന്നാന്തരം വാചകമടികൾ, അതിസമർത്ഥമായ സംസാരം, ഇതൊരു കൂട്ടം ആളുകൾ നിർവഹിക്കുന്നു. അതിനടിയിൽ മതത്തിന്റെ ചിഹ്നം ഉപയോഗിച്ച് തീർത്തും വർഗീയത
വിളമ്പിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കീഴിൽ കുറെ നാള് ഒരു മന്ദിരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, കുറെ നാള് ഒരു ട്രെയിൻ കത്തിച്ചു എന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ പുതുതായി പശുവിന്റെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ക്രൂരമായി മൃഗീയമായി ആക്രമിക്കുന്നു, വേട്ടയാടുന്നു. ഒരിക്കലും എന്റെ ഈ സംസാരം ഹൈന്ദവ സഹോദരങ്ങളെ കുറിച്ചോ ആ ദർശനങ്ങളെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട മഹത്വങ്ങളെ കുറിച്ചോ അല്ല, മറിച്ച് ആ ദർശനത്തിന്റെ പേര് പറഞ്ഞ് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കൂട്ടത്തെ സംബന്ധിച്ചാണ്. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഇല്ലാത്തവരെ പറ്റി നമ്മളോട് സംസാരിക്കണ്ടല്ലോ. ഈ സംഭവങ്ങളുടെ മുന്നിൽ സമുദായം പല രീതിയിലാണ് പകച്ചു നിൽക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ നിരാശയുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് രക്ഷയൊന്നുമില്ല എന്ന് പറയുന്നു. വേറൊരു കൂട്ടം ആളുകൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് തോന്നുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ട് പത്രമായിരുന്നു, ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ അമുസ്ലിമീങ്ങളെ പറ്റി ഭർസനവും വേണ്ടാത്തതെല്ലാം പറയുകയും അവരെങ്ങനെയാണെങ്കിൽ നാം ഇങ്ങനെ വേണമെന്നെല്ലാം പറഞ്ഞ് വേണ്ടാത്ത പ്രചാരണങ്ങൾ നടത്തുന്നു. ആകെ ഒരു അങ്കലാപ്പിലാണ് സമുദായം. പക്ഷെ നാം തിരിച്ചറിയണം, മുസ്ലിം സമുദായം ഇന്ന് പൊട്ടിമുളച്ച വഴികാട്ടികളൊന്നുമില്ലാത്ത ഒരു സമുദായമല്ല. ഈ സമുദായത്തിന് 1400 വർഷത്തെ അതിമഹത്തായ പാരമ്പര്യമുണ്ട് എന്നെല്ലാം നമ്മൾ തുറന്നു പറയട്ടെ. അതിന്റെയും അപ്പുറം മഹത്തായ ഭാരതീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള ഒരു മഹത്തായ പാരമ്പര്യം ഈ സമുദായത്തിനുണ്ട്. ചില ആളുകൾ പറയും, നിങ്ങൾ ഇവിടെ നിന്നും ഈ ബസ്സിൽ കയറി വേറെ എങ്ങോട്ടോ പോയിക്കൊള്ളണം. എങ്ങോട്ട് പോകാനാ? ഞങ്ങളുടെ ജന്മദേശമാണ് ഈ രാജ്യം. ഹജ്ജ ആദമു മിനൽ ഹിന്ദ് 50 മറ. മഹാനായ ആദിപിതാവ് ആദം അലൈഹിസ്സലാം ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും 50 പ്രാവശ്യം കാൽനടയായി ഹജ്ജ് ചെയ്തുവെന്ന് നമ്മുടെ അനുഗ്രഹീത ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കർമ്മമണ്ഡലമാണ് ഇന്ത്യ മഹാരാജ്യം. ചുരുക്കത്തിൽ വലിയ സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യമുള്ള സമുദായമാണ് മുസ്ലിം സമുദായം. നമ്മൾക്ക് പകയ്ക്കേണ്ട, അന്തം വിടേണ്ട ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തെ വിഷയം, നമുക്ക് വലിയ ഒരു മാർഗദർശനമുണ്ട്. ഈ പറയപ്പെട്ട പാവത്തങ്ങൾ അവർക്കൊരു മാർഗദർശനവുമില്ല. അതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. കുറെ നാള് പശുവിനെ പിടിച്ചുകൊണ്ട് നടക്കും. അതിന്റെ ആ രസവും ബഹളവുമെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നീട് മിക്കവാറും ആടിനെ കയറി പിടിക്കും. കുറെ നാള് കഴിഞ്ഞ് അതിന്റെ രസമെല്ലാം മാറിക്കഴിഞ്ഞാൽ പൂച്ചയെ കയറി പിടിക്കും. മനോച്ചയെ ദൈവമായി കാണുന്ന ആളുകൾ പലതും കാണിക്കും. വെറും ഊഹാപോഹങ്ങൾ, കെട്ടുകഥകൾ, കുറെ വ്യാജ വാർത്തകൾ, ജനങ്ങളെ ഇളക്കാൻ വേണ്ടിയുള്ള കുറെ കളികൾ, അഭ്യാസങ്ങൾ, ഇതാണ് അവിടെയുള്ളത്. നമ്മുടെ മുമ്പിൽ വ്യക്തമായ ദർശനമുണ്ട് സഹോദരങ്ങളെ. സർവായുധ സജ്ജരായ ഒരു കൂട്ടം ആളുകളുടെ അരികിലേക്ക് ഒന്നുമില്ലാത്ത കുറെ ആൾക്കൂട്ടം കല്ലും മണ്ണും എടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? തിരിച്ച് കല്ലുകളും മണ്ണുകളും എടുത്ത് ഉപയോഗിക്കുമോ? അവർ കാണിക്കുന്നത് പോലെ കാണിക്കുമോ?
സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു തആല അതിമഹത്തായൊരു ആയുധം നൽകിയിട്ടുണ്ട്. ആ ആയുധവുമായിട്ടാണ് കേരളത്തിന്റെ തീരത്ത് മഹാന്മാരായ സഹാബാക്കളും ഔലിയാക്കളും വന്നിറങ്ങിയത്. ആ ആയുധവും പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യം മുഴുവൻ നമ്മുടെ മുൻഗാമികൾ നടന്നത്. ആ ആയുധം വാളല്ല, വടിയല്ല, ബോംബല്ല. ആ ആയുധമാണ് പരിശുദ്ധ ഖുർആനും പുണ്യമായ ഹദീസും. പടച്ചവൻ എന്നെ ഇസ്രായേലിൽ കൊണ്ടുപോവുകയുണ്ടായി. ഒരഴുക്ക് ബാഗാണ് ഞാൻ കയ്യിൽ പിടിച്ചിരുന്നത്, കയ്യിലുമുണ്ടാണ് എടുത്തിരുന്നത്. ഒരു പോലീസ് വടി കൊണ്ട് എന്റെ ബാഗ് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഇതിൽ ബോംബ് വല്ലതുമുണ്ടോ? ഹൽ ഫീഹി ഖുംബുല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നഅം ഖുംബുലത്തുൻ ഇസ്ലാമിയ്യത്തുൻ ഖുർആനിയ്യത്തുൻ മുഹമ്മദിയ്യത്തുൻ. പരിശുദ്ധ ഖുർആനാകുന്ന, പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി ആകുന്ന സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഒരു ബോംബുണ്ട് കേട്ടോ. അയാൾ കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ അദ്ദേഹത്തോട്, നഅം ഫീഹി ഖുംബുലത്തുൻ ഖുർആനിയ്യത്തുൻ മുഹമ്മദിയ്യത്തുൻ ദാത്ത് മുഹബ്ബത്തിൻ വഖീമത്തിൻ. ആത്മാർത്ഥത മാത്രമുള്ള സ്നേഹനിർഭരമായ പരിശുദ്ധ ഖുർആനിന്റെയും മുഹമ്മദ് റസൂലുള്ളാഹിയുമാകുന്ന അനുഗ്രഹീത ബോംബ് ഇതിനുള്ളിലുണ്ട്, താങ്കൾ നോക്കി. അയാൾ പതുക്കെ തുറന്നു നോക്കി. ഏതാണ് കിതാബുകൾ? ഏതാണ് കിതാബ്? അൽ ഖുർആനുൽ കരീം. ഏതാണ് ഈ കിതാബ്? കാരുണ്യത്തിന്റെ തിരുദൂതൻ. മലയാളത്തിൽ എഴുതപ്പെട്ടത്. യാത്രയ്ക്ക് പോകുമ്പോൾ സാധാരണ എടുക്കുന്ന കിതാബുകൾ. പിന്നെ എന്റെ സാധാരണ പഴയ ഉടുപ്പുകൾ. അദ്ദേഹം ഒന്ന് തുറച്ചു നോക്കിയിട്ട് പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞു. സഹോദരങ്ങൾ, നമ്മൾ ഒരിക്കലും പകയ്ക്കേണ്ട ആളുകളല്ല. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ നിധിയുണ്ട്, അമൂല്യ നിധിയുണ്ട്. ലോകത്തിന് മുമ്പാകെ നമുക്ക് വെല്ലുവിളിക്കാൻ പറ്റുന്ന നിധിയുണ്ട്. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. എന്റെ സമ്പൂർണദാസനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം ഇറക്കിയ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ അത് തീരാൻ വളരെ എളുപ്പമായ വഴിയുണ്ട്. അതിന്റെ ഒരു അധ്യായം പോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരും. 1400 വർഷമായി ലോകത്തിന്റെ നെറുകയിൽ ഈ വെല്ലുവിളി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യകളുടെയും വിസ്ഫോടനങ്ങൾ ലോകത്ത് നടന്നു. ഒരാളുടെ ശരീരമെടുത്ത് വെച്ച് മുഖം വേറെ ആളുടെ ഫിറ്റ് ചെയ്യുന്ന പല മോശത്തരങ്ങളുടെയും വഴികളെല്ലാം ലോകത്ത് തുറന്നു കിട്ടി. ഹാ കഷ്ടം! ഖുർആനിന് തുല്യം ഇന്നുവരെ ഈ മാർഗം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹുവിനെ വിട്ട്, പടച്ച തമ്പുരാനെ വിട്ട് നിങ്ങളുടെ മുഴുവൻ സഹായികളെയും നിങ്ങൾ വിളിച്ചുകൊള്ളിൻ. അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅതൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. മറ്റൊരിടത്ത് പറഞ്ഞു, ഇത് മുഹമ്മദ് നബി ഉണ്ടാക്കിയെന്ന് പറയുകയാണോ? ഇതുപോലൊരു 30 അധ്യായം നിങ്ങൾ കൊണ്ടുവന്നാട്ടെ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, قُلْ لَئِنِ اجْتَمَعَتِ الْإِنسُ وَالْجِنُّ عَلَىٰ أَن يَأْتُوا بِمِثْلِ هَٰذَا الْقُرْآنِ. മുഴുവൻ മനുഷ്യരും ജിന്നുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉടമകളും എല്ലാവരും ഒരുമിച്ചു കൂടിയാലും ഖുർആൻ പോലുള്ള ഒന്ന് കൊണ്ടുവരാൻ പറ്റുകയില്ല. സഹോദരങ്ങളെ, അജയ്യമായ അമൂല്യമായ അതിശക്തമായ ഗ്രന്ഥമാണിത്. فلا تطع الكافرين وجاهدهم به جهادا كبيرا. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്തി. ഇതുപോലെ ഖുർആനെ അടിക്കാനല്ല, അത് വേറെ വിഷയം.
ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്തി ഖുർആൻ കൊണ്ട് ആളുകളെ തടിക്കിട്ടടിക്കാനല്ല. ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രബോധകന്മാർ വന്നു, ഇന്ന് വരെയും ഒരു പൈസ കൊടുത്ത് ആളുകളെ ഇസ്ലാമിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ പൈസ കൊടുത്ത് ഇസ്ലാമിലോട്ട് മാറ്റേണ്ട ഗതികേട് ഇസ്ലാമിനില്ല. ഒരു മുസ്ലിം പ്രബോധകന്മാരും ആളുകളെ വാളുകൊണ്ട് വെട്ടുകയല്ല, വടികൊണ്ട് അടിച്ചിട്ട് പോലുമില്ല, ചെവി പിടിച്ച് കറക്കിയിട്ട് പോലുമില്ല ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി. എങ്ങനെ ചെയ്യും? ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിന്റെ സ്വീകരണത്തിന് ഒരു നിർബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് ലോകത്ത് ഇസ്ലാം വളർന്നത്? കള്ള ചരിത്രകാരന്മാർ കള്ളത്തരങ്ങളെല്ലാം വിട്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ പരിശ്രമിക്കുന്നു. ഇസ്ലാം അന്ന് വളർന്നു, ഇന്ന് വളരുന്നു, നാളെയും ഇൻഷാ അല്ലാഹ് വളരും. പരിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ. മറ്റൊരർത്ഥത്തിൽ പറയുകയാണ്, ഖുർആനിലൂടെ നബിതങ്ങളിലൂടെ അല്ലാതെ ഇസ്ലാം വളരുകയുമില്ല. ഏതെങ്കിലും ആളുകൾ ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി അടിയും മിടിയും ചവിട്ടും ഭയങ്കര പ്രസംഗവുമെല്ലാം, പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഖുർആനില്ല, ഹദീസില്ല. ഇവർ ഇസ്ലാമിനെ പ്രചരിപ്പിക്കത്തില്ല, വേറെ വല്ലതും പ്രചരിപ്പിക്കും. ആകയാൽ സഹോദരങ്ങളെ, സമുദായമേ, അല്പം പോലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഈ സംസാരങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ പറയപ്പെട്ട് ധാരാളം സഹോദരങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ രാജ്യത്തെ പറ്റി നമ്മളെക്കാളും വലിയ സ്നേഹവും ആഗ്രഹവുമുള്ള പ്രവാസികളായ സഹോദരങ്ങൾ, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേർവഴിയിലാണെങ്കിൽ, നമ്മൾ നേർവഴിയിലല്ലെങ്കിൽ നേർവഴിയാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാതെ നമ്മൾ നേർവഴിയിലാണെങ്കിൽ ഒരു പേടിയുടെയും ആവശ്യമില്ല. ഈ അനുഗ്രഹീത റമദാൻ മാസത്തിൽ ബദറിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. ബദർ സംഭവത്തെ റമദാൻ 17 നടന്നൊരു സംഭവമായി നമ്മൾ അനുസ്മരിക്കാറുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാൽ എന്ന പേരിൽ ഒരധ്യായമുണ്ട്. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയും അല്ലാഹു തആല വിവരിക്കുന്നത് എട്ടാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാൽ. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെയും അല്ലാഹു വിവരിക്കുന്നത് ബദർ സംഭവത്തെ പറ്റിയാണ്. സംഭവം എന്നാൽ വെറും സംഭവമല്ല, മറിച്ച് അല്ലാഹു തആല അറിയിക്കുന്ന ബദർ ഒരു മാതൃകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ, ത്യാഗത്തിന്റെ വിവിധ അവസ്ഥകൾ പിന്നിട്ട് പാരമ്യം പ്രാപിച്ചപ്പോൾ പടച്ചവന്റെ ഭാഗത്തു നിന്നും സഹായത്തിന്റെ ഒരു പ്രത്യക്ഷപ്പെടൽ ബദറിന് സംഭവിച്ചു. വീണ്ടും ബദർ മുന്നോട്ട് നീങ്ങി, ഉഹദ്, ഖന്ദഖ് വഴിയായിട്ട് നീങ്ങി. വേറെ റമദാൻ മാസത്തിൽ മക്കം ഫതഹിൽ പോയി ബദർ അവസാനിച്ചു. സമുദായം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇന്ന് ലോകത്തിലെ വിധങ്ങളെ പറ്റി യുദ്ധത്തിന്റെ പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. മുഹമ്മദ് പ്രോഫറ്റ് ഓഫ് വാർ, വെറും പോരാട്ടത്തിന്റെ പ്രവാചകനാണ്. സമുദായത്തിന് ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. ബദർ യുദ്ധത്തിന്റെ മാറ്റലി, ഉഹദ് യുദ്ധത്തിന്റെ സംഗീതം, ഖന്ദഖ് യുദ്ധത്തിന്റെ രണോത്സുകത, ഹുനൈനിന്റെ ധീരശബ്ദം എന്തെല്ലാം പറഞ്ഞ് നമ്മൾ ഓരോ യുദ്ധത്തെയും വേറെ ആക്കാറുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 3 പോരാട്ടമേ നടന്നിട്ടുള്ളൂ. ഒന്ന് മക്ക മുശ്രിക്കീങ്ങളോട്, 2 യഹൂദ ക്രൈസ്തവരോട്, 3 കപട വിശ്വാസികളോട്. ഈ 3 കൂടി ആകെ 1000-ഓളം പേരാണ് ഇരുഭാഗത്തു നിന്നും കൊല്ലപ്പെട്ടത്. ഇതിൽ മക്ക മുശ്രിക്കീങ്ങളോടുള്ള പോരാട്ടം ബദറിൽ ആരംഭിച്ചു, മക്കം ഫതഹിൽ അവസാനിച്ചു. ഒരൊറ്റ പോരാട്ടമാണ്, 20 പോരാട്ടമൊന്നുമല്ല.
ഒരൊറ്റ സംഭവമാണ്. ബദറിൽ ആരംഭിച്ചു, ഉഹദിൽ താഴ്ച പ്രാപിച്ചു, ഖന്തഖിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി, ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു വലിയ സങ്കീർണതയിലെത്തി. പിന്നീട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ മക്കം ഫതഹിൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും മക്ക മുക്കറമയിൽ എത്തിച്ചേർന്നു. ഒരൊറ്റ പോരാട്ടമാണ്. അതിൽ കൊല്ലപ്പെട്ടവർ വളരെ കുറവ്. രണ്ടാമത്തെ കാര്യം, ബദർ എന്ന് പറയുന്നത് ഇത് ഒരു സംഭവമല്ല, മുഴുവൻ നബിമാരുടെയും പ്രബോധകന്മാരുടെയും സത്യവാഹകരായ സമുദായത്തിന്റെ ജീവിതത്തിൽ നിർബന്ധമായി സംഭവിക്കേണ്ട ഒരു സംഭവമാണ് ബദർ എന്ന് പറയുന്നത്. ഈ നിലയിലാണ് ഈ സംഭവത്തെ, ഈ സൂറത്തെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആ സൂറത്ത് ചെറിയ നിലയിൽ വിവരിക്കേണ്ടത് വലിയ ആഗ്രഹമായിരുന്നത് മൊത്തത്തിലായി ഏതെങ്കിലും സദസ്സിൽ വിവരിക്കണമെന്ന്. ആദ്യമായി അല്ലാഹു പറയുന്നു, ബദറിൽ വിജയിക്കാനുണ്ടായ കാരണം എന്താണ്? يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. മൂന്ന് കാരണങ്ങളുടെ പേരിലാണ് ബദറിൽ ജയിച്ചത്. മൂന്ന് കാരണങ്ങളുടെ പേരിലാണ് മക്ക ഫതഹ് സംഭവിച്ചത്. മുസൽമാൻ, 2017 ഭീമാകാരമായ അവസ്ഥകൾ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവരെ, പടച്ചവൻ നിന്റെ ഈ അവസ്ഥ ഒരു ബദറിന്റെ ആരംഭമായി തിരിയുന്നതിന് കാരണമാക്കുമാറാകട്ടെ. ലോകത്ത് രണ്ടാമൊന്ന് സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ നല്ല നിലയിൽ നടന്നാൽ വല്ലാഹി ബദർ സംഭവിക്കും. രണ്ട്, നമ്മൾ നല്ല നിലയിൽ നിന്നില്ലെങ്കിൽ വല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ബദർ എങ്ങനെ ഉണ്ടായി? ഒന്ന്, പടച്ചവനെ ഭയന്ന് പാപങ്ങളെല്ലാം വർജിക്കൽ, ബഹുദൈവാരാധന, പരസ്പരമുള്ള ആക്രമങ്ങൾ, പാപങ്ങൾ, മദ്യപാനം, ചൂതാട്ടം, വ്യഭിചാരം, മോശമായ ബന്ധം, ഇവകൾ വർജിക്കൽ. രണ്ട്, പരസ്പരം ബന്ധം നന്നാക്കണം. കുടുംബ ബന്ധം, സാമുദായിക ബന്ധം, മുസ്ലിം അമുസ്ലിം ബന്ധം നന്നാക്കണം. ജീവിതത്തെ നന്മ കൊണ്ട് അലങ്കരിക്കണം. ബദറിന്റെ അടിസ്ഥാന ഘടകങ്ങൾ മൂന്ന്: പാപം വർജിക്കൽ, നല്ല ബന്ധം, നന്മകൾ. ഇതെവിടുന്ന് കിട്ടി സഹാബത്തിന്? അള്ളാഹു പറയുന്നു, വേറെ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് കിട്ടി. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുമായിട്ടുള്ള സ്നേഹനിർഭരമായ അഗാധമായ ബന്ധം. الذين يقيمون الصلاة, നമസ്കാരത്തെ മാനസികമായും ശാരീരികമായും വചനാത്മകമായും പൂർത്തീകരിക്കൽ. وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ, അധികമായി ദാനധർമ്മങ്ങൾ ചെയ്യൽ. ഈമാൻ, നിസ്കാരം, സദഖ, ഇതിൽ നിന്നാണ് സഹാബത്തിന് മൂന്ന് ഗുണമുണ്ടായത്. പാപത്തെ വർജിക്കാൻ കഴിഞ്ഞു, പരസ്പരം ബന്ധം നന്നാക്കാൻ സാധിച്ചു, നന്മകളിൽ അവർ നിരതരായി. ബദർ സംഭവിച്ചു. അതിനുശേഷം സഹോദരങ്ങളെ, അല്ലാഹു തആല ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ മുസ്ലിം സമുദായത്തിന് നൽകുന്നു. ഇന്നും ബദർ ആഗ്രഹിക്കുന്നവർ അത് പാലിക്കേണ്ടതാകുന്നു. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനൂ
إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار. ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. പതറാത്ത പാദങ്ങളോടെ, ചിതറാത്ത ചിത്തത്തോടെ സത്യത്തിന്റെ സരണിയിൽ ഉറച്ചു നിൽക്കണം. അതിനെങ്ങനെ പറ്റും? അപ്പുറത്ത് അധികാരമുണ്ട്, അപ്പുറത്ത് പല വിധത്തിലുള്ള ശക്തികളുണ്ട്, എല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട്. ഒന്നുമില്ലാത്ത നമ്മളെങ്ങനെ ഉറച്ചു നിൽക്കും? ഉണ്ട് സഹോദര, കയ്യിൽ ഖുർആൻ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് എടുക്കിൻ, പള്ളിയുടെ മെഹ്റാബുകളിൽ നിന്ന് ഖുർആൻ എടുക്കിൻ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനം എടുക്കിൻ, പാരായണം ചെയ്യിൻ. അത് മുമ്പോട്ട് നെഞ്ചിൽ പിടിച്ചുകൊണ്ട് പുറത്തോട്ട് വരും. വല്ലാഹി എനിക്കൊന്നുമില്ല, സത്യം പറയാൻ ഒന്നുമില്ല, പക്ഷെ ബസ്സിലും ട്രെയിനിലും ഇരുന്ന് ഖുർആൻ ഓതും. ആ മുസ്ലിമീങ്ങൾ ആദരവോടുകൂടി ശ്രദ്ധിക്കാറുണ്ട്, വളരെ ആദരവോടുകൂടി. എനിക്കൊരു ശേഷിയില്ല, വെറുതെ അഭിനയിക്കുന്നതല്ല, പക്ഷെ ഖുർആൻ കയ്യിൽ പിടിച്ചാൽ അറിയാതൊരു ശക്തി വരും, അവരോട് നമുക്ക് സുഖമായി സംസാരിക്കാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതുമുല്ലദീന കഫറൂ സഹ്ഫാ ഫലാ തുവല്ലൂഹുമുൽ അദ്ബാർ. മുതുക് തിരിച്ചു ഓടാൻ പാടില്ല, ഉറച്ചു നിൽക്കണം. ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ്, താടി പഠിക്കാൻ പാടില്ല, പർദ്ദയഴിക്കാൻ പാടില്ല, ദീനിൽ ഉറച്ചു നിൽക്കണം, ദീനിൽ ഉറച്ചു നിൽക്കണം. അത് ഖുർആൻ നെഞ്ചോട് അണച്ചു പിടിക്കണം. ഇങ്ങനെയുള്ള സദസ്സിലിരുന്ന് ഖുർആൻ നെഞ്ചോട് അണച്ചു പിടിക്കണം. 2 യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വറസൂലഹു വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ. ദീനിന്റെ കാര്യങ്ങൾ കേൾക്കണം, അല്ലാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങൾ ശ്രവിക്കണം, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഖുർആനിക ഉപദേശങ്ങൾ കേൾക്കണം, ഹദീസിന്റെ വചനങ്ങൾ കേൾക്കണം, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഡോക്ടറുടെ മുമ്പിലിരിക്കുന്ന രോഗിയെ പോലെ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയും, പക്ഷെ അംഗീകരിക്കണം. ഇത് തന്നെ വീണ്ടും വേറൊരു വാചകത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലാഹുവും റസൂലും പറയുന്നത് ഉടനടി പാലിക്കണം, ഉടനടി പാലിക്കണം. തൊട്ടുമുമ്പ് പറഞ്ഞു അംഗീകരിക്കണം, രണ്ടാമതായി പറയുന്നു പാലിക്കണം. നിസ്കാരത്തെ പറ്റി ഉസ്താദുമാര് പ്രസംഗിക്കുന്നു, ഇൻഷാ അല്ലാഹ് നിസ്കരിക്കാൻ തയ്യാറാണെന്ന് പറയണം. 2 സുബഹിക്ക് കൃത്യമായി മസ്ജിദിലെത്തണം. സകാത്തിനെ പറ്റി പറയുന്നു, കൊടുക്കാൻ തയ്യാറാണെന്ന് പറയണം, എന്നിട്ട് കൃത്യമായി കൊടുക്കണം. ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റി പറയുന്നു, അതിനെ അംഗീകരിക്കാൻ തയ്യാറാകണം, എന്നിട്ട് പാലിച്ചു തുടങ്ങണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലുല്ലാഹ വറസൂല വതഖൂലൂ അമാനാതികും വഅൻതും തഅലമൂൻ. അല്ലാഹുവിനോടും റസൂലിനോടും നിങ്ങൾ പരസ്പരവും വഞ്ചന കാണിക്കരുത്. ഒരു വല്ലാത്ത പ്രയോഗമാണ്. പരസ്പരം വഞ്ചന കാണിക്കരുത്, അല്ലാഹുവിനെ വഞ്ചിക്കരുത്, നബിതങ്ങളെ വഞ്ചിക്കരുത്, നിങ്ങൾ പരസ്പരം വഞ്ചിക്കരുത്. ഏറ്റ കാര്യങ്ങൾ പരിപൂർണമായി നിർവഹിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കണം, നബിതങ്ങളുടെ നിർദ്ദേശങ്ങൾ നിർവഹിക്കണം, പരസ്പരം ആലോചിച്ച് ഏറ്റെടുത്ത കാര്യങ്ങൾ നിർവഹിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. ബഹുമാന്യനായ പ്രഭാഷകൻ അൽ ഹാഫിസ് സറാജുദ്ദീൻ അൽ ഖാസിമി
ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അടുത്ത ഉപദേശം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. മുഅ്മിനീങ്ങളെ, നിങ്ങൾ പടച്ചവനെ ഭയന്ന് പടച്ചവനെ സ്നേഹിച്ച് പാപങ്ങൾ വർജിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഫുർഖാനാക്കും, സത്യാസത്യ വിവേചകമാക്കും. ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയെ കണ്ടു. പ്രൊഫസർ ആർണൽഡ് എഴുതുകയാണ്, ഓറിയന്റലിസ്റ്റ്. അദ്ദേഹത്തിന്റെ യാത്ര കണ്ടിട്ട് മാത്രം 1,00,000-ലേറെ ആളുകൾ മുസ്ലിമീങ്ങളാവുകയുണ്ടായി. ഢാക്കയിൽ നിന്നും അജ്മീറിലേക്ക് വന്നു. അജ്മീർ ഏതാണെന്നറിയാമോ? ഇന്ന് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനം. അത് മുഗളന്മാർ വന്നതിന് ശേഷമാണ് ഡൽഹി അത് ഇന്ത്യയുടെ തലസ്ഥാനമായത്. ഭാരതത്തിന്റെ ആദ്യത്തെ തലസ്ഥാനം ഇത് അജ്മീറാണ്. ഢാക്കയിൽ നിന്നും ഈ മനുഷ്യൻ അജ്മീറിലോട്ട് വന്നു. ആളുകൾ കണ്ട് ദീൻ സ്വീകരിച്ചു. കണ്ട് ഒരു ഉമ്മ, ഒരു വാപ്പ കൊച്ചിനോട് പറഞ്ഞിട്ട് പോകുന്നു, ഡേ മുഹമ്മദ് എന്നൊരാളെ കാണും, നീ വിശ്വസിക്കരുത് കേട്ടോ, ആള് പെരുങ്കള്ളനാണ്. കുറച്ചു കഴിഞ്ഞ്, വാപ്പ ഇതാരാ ഇത്? അതാണ് ഞാൻ പറഞ്ഞ മുഹമ്മദ്. നോക്കിയേക്കരുത്, പെരുങ്കള്ളനാ. ആ കുട്ടി നോക്കിയിട്ട് പറഞ്ഞു, ഇന്നഹു ലൈസ ബിവജ്ഹി കദ്ദാബിൻ. വാപ്പ പോയി പണി നോക്കുന്നത്, ഇത് കള്ളന്റെ മുഖമൊന്നുമല്ല. ലോകം മുഴുവൻ ഈ ഉമ്മത്തിനെ പറ്റി ഭീകരവാദി എന്നും തീവ്രവാദി എന്നും വിളിക്കും. പക്ഷെ നമുക്ക് തഖ്വയുണ്ടെങ്കിൽ നമ്മുടെ മുഖം നോക്കി ഈ നാട്ടിലെ മക്കൾ പറയും, ഇന്നില്ല, ഇവർ തീവ്രവാദിയും ഭീകരവാദിയും ഒന്നുമല്ല, ഇവർ പുഷ്പങ്ങളാണ്, ഇവർ സംഗീതമാണ്. ഇവരുടെ നെഞ്ചിൽ നിന്നും ആദരവിന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. അടുത്ത ഉപദേശം, ബദർ സംഭവിക്കാൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിയതൻ ഫത്ബുതു വദ്കുറുല്ലാഹ കസീറാ. അടിയുറച്ചു നിൽക്കണം, അള്ളാഹുവിനെ അധികമായി സ്മരിക്കണം, ദിക്ർ ചൊല്ലണം. സമുദായത്തിന് പുച്ഛമാണ്. പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒരു സദസ്സിൽ ഞാൻ അറിയാതെ ദിക്റും ദുആയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഈ സമയത്താണ് ദിക്റും ദുആയും, അവർ എന്ത് ചെയ്യണം? തുണി അഴിച്ചിട്ട് ഓടണം. ഓടുകയാണ്. ആളുകൾക്ക് ഇഷ്ടമല്ല ദീനിന്റെ കാര്യം പറയുന്നത്. എല്ലാം മറ്റുള്ളവർ കാണിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഖുർആൻ ബദർ സംഭവിക്കണമോ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, എല്ലാവരും സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ വീടുകൾ ഖുർആനാക്കണം, നമ്മുടെ മസ്ജിദുകൾ ഖുർആനാക്കണം, വഴി ഖുർആനാക്കണം. തർക്കങ്ങൾ പാടില്ല, വഴക്കുകൾ പാടില്ല. സുബ്ഹാനല്ലാഹ്. സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് തർക്കം പാടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കും. പക്ഷേ അതിന്റെ തർക്കം എവിടെയാണ്? വർക്കല മൈതാനത്ത് പോയി നടത്തരുത്. നിങ്ങളുടെ മഹല്ലിനുള്ളിൽ ഒതുക്കി നിർത്തി. കുടുംബ പ്രശ്നം വീടിന് ഉള്ളിൽ ഒതുക്കി നിർത്തി. സമുദായത്തിന്റെ പ്രശ്നം മഹല്ലിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തി. തിരുവനന്തപുരം ടൗണിൽ ഒരു അമുസ്ലിം 2 ബോർഡുകൾ നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നു. അദ്ദേഹം നല്ല രസകരമായി ചിരിക്കുന്നു. ഒന്നിൽ എന്താണ്? ഒരു കൂട്ടം ആളുകൾ മറ്റു കൂട്ടത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, മറ്റേതിൽ അവർ ഇവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒരു അമുസ്ലിം പള്ളിയുടെ മുമ്പിലാണ്, കൊച്ചു വെളുപ്പാങ്കാലത്ത്. അയാൾ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് നോക്കി. ആളുകൾ കളിയാക്കിയാണ്. സഹോദരങ്ങളെ നിർത്തി, ചെറുപ്പക്കാര് പോലും ആവശ്യമില്ലാത്ത തർക്കം. എനിക്ക് അത്ഭുതമല്ല, പെണ്ണുങ്ങളും ഈ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാറ്റി, തർക്കം വേണ്ട. അവസാനത്തെ വിഷയം, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ്. അവസാനത്തെ വിഷയം, വല്ലദീന കഫറൂ ബഅദുഹും ഔലിയാഉ ബഅദ് ഇല്ലാ തഫഅലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. ഭയങ്കരായത്. നിങ്ങൾക്ക് ഖുർആനും ഹദീസും ഒന്ന് നോക്കി പഠിക്കാൻ സമയമില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അമുസ്ലിമീങ്ങളെങ്കിലും കണ്ടുപഠിക്കും. ഖുർആൻ
അവരെങ്കിലും കണ്ടുപിടിക്കും. ഒരു വ്യക്തിയെ പറ്റി ഒരു കൂട്ടം ആളുകൾ ദൈവമെന്ന് പറയുന്നു, മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നത് വ്യഭിചാര സന്തതി എന്ന് പറയുന്നു. രണ്ടുപേരും തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇത് ജീവിക്കുന്നത്, ക്രൈസ്തവരും യഹൂദികളും. നമ്മുടെ രാജ്യത്ത് ഒരിക്കലും അടുക്കാൻ സാധ്യതയില്ലാത്തവർ അവർ പരസ്പരം അടുത്തിരിക്കുന്നു. ഇഖ്ബാൽ പറയുന്നു, നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും നിനക്ക് വേണ്ടിയെങ്കിലും ചെയ്യും. ഈ നിലയിൽ ഖുർആൻ പറയുകയാണ്, ഖുർആനും ഹദീസും പഠിക്കാൻ വൈകി കുറഞ്ഞ പക്ഷം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിലാ കേന്ദ്രത്തിലുള്ള ആളുകളെങ്കിലും കണ്ടുപഠിക്കും. നമ്മുടെ രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാർമേഘങ്ങളെങ്കിലും നോക്കി പഠിക്കും. ഓരോ നിലയ്ക്കും യോജിക്കാൻ സാധ്യതയില്ലാത്തവർ യോജിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാ നിലയിലും യോജിക്കാൻ സാധ്യതയുള്ളവർ അകന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഗൗരവം. ഇല്ലാത്ത തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ കബീർ. അമുസ്ലിമീങ്ങളെങ്കിലും കണ്ടു പഠിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഭയങ്കര നാശവും പ്രശ്നവും ഉണ്ടാകും കേട്ടോ. ബദർ ഒന്നുമല്ല നടക്കാൻ പോകുന്നത്, ഭയങ്കര നാശം നടക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, കാലഘട്ടം ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. രണ്ടാലൊന്ന് ലോകത്ത് നടക്കും. ഒന്നുകിൽ നമ്മൾ ശരിയായ വഴിയിലോട്ട് വന്നോ, വല്ലാഹി ബദർ നടക്കും. അള്ളാഹു നടത്തുമാറാകട്ടെ. വല്ലാഹി ബദർ നടക്കും. അല്ലെങ്കിൽ ഖുർആൻ പറയുന്നു, ഫിത്നത്തുൻ ഫിൽ അർദി വഫസാദുൻ കബീർ, ഭയങ്കര നാശവും പ്രശ്നവും ഉണ്ടാകും. ചെറുതല്ല. ഈ കാർമേഘത്തിന് ഉന്നമൊന്നും നിസ്സാരമല്ല. വളരെ മോശമായ ചിന്താഗതികളാണുള്ളത്. നമ്മൾ അതുകൊണ്ട് അവസ്ഥ നന്നാക്കണം. അതിനെന്ത് ചെയ്യണം? നാം ഓരോരുത്തരും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. എന്താണ് ബന്ധം? ഒന്ന്, നാം എല്ലാവരും ഖുർആനിനെ ആദരിക്കണം. രണ്ട്, നാം ഓരോരുത്തരും പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യണം. മൂന്ന്, നാം ഓരോരുത്തരും ഖുർആനിന്റെ സന്ദേശങ്ങൾ പഠിക്കണം. നാല്, നാം ഓരോരുത്തരും പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അഞ്ച്, നാം ഓരോരുത്തരും ഖുർആനിക സന്ദേശങ്ങൾ ലോകത്തെത്തിച്ചു കൊടുക്കണം. 5 കാര്യങ്ങൾ: ആദരവ്, പാരായണം, ഗ്രഹിക്കൽ, പകർത്തൽ, പ്രചരിപ്പിക്കൽ. 5 കാര്യങ്ങൾ ചെയ്യണം. എന്ത് കിട്ടും? ഖുർആൻ കിട്ടും, വജ്രായുധം കിട്ടും, വലിയ ശക്തി കിട്ടും. ലോകത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. നമ്മുടെ ദുനിയാവും അല്ലാഹു ശരിയാക്കി തരും, രോഗം മാറ്റിത്തരും, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, കുടുംബ വഴക്കുകൾ അവസാനിക്കും, ബർക്കത്തുകൾ ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇല്ലേ? അല്ലാഹു അസീം സാഹിബിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പയ്യൻ ഇന്ന് 3 വയസ്സുകാരനായിട്ടാണ് ആ പയ്യൻ നിലകൊള്ളുന്നത്. ഒരു കഴിവുമില്ല, പക്ഷേ ഖുർആനിനോടുള്ള പ്രേമമുണ്ടായി. അദ്ദേഹത്തിലൂടെ എത്ര വലിയ അത്ഭുതമാണ് ഖുർആൻ, അത്ഭുതമാണ് ലോകത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പൈസയ്ക്ക് പൈസ കിട്ടും, ഹലാലായ സമ്പത്ത്, അഭിമാനം കിട്ടും, രോഗം ഭേദമാകും. സഹോദരങ്ങളെ, ഞാൻ ബഹുമാനപ്പെട്ട ഇല്ലാ സാഹിബിന് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഖുർആനിക മന്ത്രം കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ മേടിക്കും, അതിനെ നിരന്തരം കേൾക്കും. പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഹറമിലെ ഉലമാക്കൾ പറയുന്നു, ഇന്നിന് ആയത്ത് ഓതണം. മുഴുവൻ മാനസിക രോഗങ്ങൾക്കും ശാരീരിക രോഗങ്ങൾക്കും ഔഷധമാണ്. തുറന്നു പറയുന്നു, സിഹറിന് ഔഷധമാണ്, ക്യാൻസറിന് ഔഷധമാണ്. കേരളം മുഴുവൻ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് പൂട്ടിവെച്ചാൽ മറ്റുള്ളവരോട് മാത്രമാണോ അക്രമം? നമ്മളോടും അക്രമമാണ്. ചിന്തിക്കും. രോഗത്തിന് ശമനമാണ്. സഹോദരങ്ങൾ, ഈ ലോകത്ത് അന്തസ്സ് കിട്ടും. അവസാനം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മരിക്കും, ഖുർആൻ നമ്മുടെ നെഞ്ചിൽ കാണും. മാത്തൽ ഗസാലി വൽ ബുഖാരി ഫീ സദ്രിഹി. ഗസാലി മരിച്ചു, ബുഖാരി ഷരീഫ് നെഞ്ചിൽ കിടക്കുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കും, മരണവും ഖുർആനിലായിരിക്കും. നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെക്കും, ആരും കാണില്ല. പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശം കാണും. അവിടെ പ്രകാശം കാണും. മഹ്ശറ വൻസഭയിൽ എഴുന്നേക്കും. ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോകും. ഹദീസുകൾ പാരായണം ചെയ്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരും.
വേറെ വഴിയില്ല. നബിതങ്ങളുടെ അടുത്ത് പോകണമോ തങ്ങളുമായി ബന്ധപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ പോകും, ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കും, ഒടുക്കത്തെ ദാഹം അവസാനിച്ചു. ഖുർആൻ പിടിക്കും, അല്ലാഹുവിന്റെ അർശിന്റെ തണലിൽ വരും, മീനിന്റെ കരൾ കഴിക്കും, ഒടുക്കത്തെ വിശപ്പും അവസാനിച്ചു കഴിഞ്ഞു. പിന്നീട് സ്വർഗത്തിലെ പാനീയങ്ങളും ആഹാരങ്ങളും രസത്തിനും സുഖത്തിനും. ഖുർആൻ വ്യക്താവിനോട് പടച്ചവൻ പറയുന്ന തീരുമാന വചനം ഇപ്രകാരമാണ്: ഇഖ്റ വറത്തിൽ വർതഖി കമാ കുന്ത തുറത്തിൽ ഫി ദുനിയ ഫഇന്ന മൻസിലതക ആഖിറു ആയത്തിൻ തഖറഉഹ. ഓദിൻ വറത്തിൽ ഈണത്തിൽ ഓദിൻ കമാ കുന്ത തുറത്തിൽ ഫി ദുനിയ, ദുനിയാവിൽ നീ ഈണത്തിൽ ഓതിയതുപോലെ. ചിലപ്പം പള്ളിയിൽ നമ്മുടെ പുറകിൽ നിസ്കരിക്കാൻ ആരുമില്ല, സഹോദരിമാര് നമ്മുടെ ഓതൽ കേൾക്കാൻ ആരുമില്ല. അറിയണം, അല്ലാഹു കേൾക്കുന്നുണ്ട്, പടച്ചവൻ കേൾക്കുന്നുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിൽ നിങ്ങൾ ഖുർആൻ ഓതിൻ, റഹ്മാനായ റബ്ബ് കേൾക്കുന്നുണ്ട്. അല്ലാഹു പറയും, പിന്നെ നീ നിന്റെ വെട്ടൂരിലെ ആ വീട്ടിൽ നീ ഖുർആൻ ഓതിയത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഓദിക്കുക, എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നിട്ട് നീ കയറിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ സോപാനങ്ങളിൽ ഫഇന്ന മൻസിലതക ആഖിറു ആയത്തിൻ തഖറഉഹ, നിന്റെ സ്വർഗീയ സ്ഥാനം നീ പോയി മുട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം ഓരോ വീട്ടിലും ഓരോ ഹാഫിള് നാം ഓരോരുത്തരും ഒരു നമ്മളുടെ പ്രതിജ്ഞയായി ഈ സമയത്ത് തീരുമാനമെടുക്കണം. ഓരോ വീടെന്ന് പറഞ്ഞാൽ വെട്ടൂരിലെ വീടുകൾ മാത്രമല്ല, മനസ്സ് വിശാലമാക്കി ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ വീടുകളിലും ലോകത്തുള്ള മുഴുവൻ വീടുകളിലും പരിശുദ്ധ ഖുർആന്റെ ഹാഫിളുകൾ ഉണ്ടാകണം. അള്ളാഹു തീരുമാനിച്ച കാര്യം നമ്മൾ നിയ്യത്ത് കൂടി എടുക്കേണ്ടി. ഈ ലോകത്തുള്ള മുഴുവൻ കുടിലുകളിലും കൊട്ടാരങ്ങളിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇസ്ലാമിനെ അല്ലാഹു നിർബന്ധമായും പ്രവേശിപ്പിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവന്റെ തീരുമാനമാണ്. നമ്മളത് നിയ്യത്തെടുക്കൽ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ പരിശ്രമം കൊണ്ട് ലോകം മുഴുവനും ഖുർആൻ എത്തണം. അതിനേറ്റവും ആദ്യമായി എന്റെ വീട്ടിൽ ഞാൻ ഖുർആൻ ഹാഫിദിനെ ഉണ്ടാക്കും. എന്റെ വീട്ടിൽ മോനെ ഖുർആൻ ഹാഫിദാക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും ഖുർആൻ ഹാഫിദാകണം. ഒരു മണിക്കൂറാണ് എനിക്ക് സമയം തീരുകയാണെ പറഞ്ഞു തീർക്കുകയാണ്. സഹോദരങ്ങളെ, ദുന്യാവിന്റെയും ദീനിന്റെയും കച്ചവടത്തിന് വ്യത്യാസം മനസ്സിലാക്കി. ദുന്യാവിൽ കച്ചവടം നടത്തി അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. വിജയിപ്പിച്ചാൽ വിജയം, അല്ലെങ്കിൽ നഷ്ടം. പക്ഷേ ദീനിന്റെ കച്ചവടം, പരിശുദ്ധ ഖുർആൻ ആരെങ്കിലും പഠിക്കാൻ ഹിഫ്ള് ചെയ്യാൻ ആരംഭിച്ചു, അല്ലാഹു കുഞ്ഞുങ്ങളെ കബൂലാക്കുമാറാകട്ടെ. ഇവർ ഫാത്തിഹയിൽ നിന്നും പ്രാരംഭം കുറിച്ചു, ഖുൽ അഊദു ബിറബ്ബിന്നാസിൽ മുത്തമിടുകയുണ്ടായി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവരുടെയും പടയോട്ടം കണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരും ഓതാൻ ആരംഭിച്ചു. ആ പറ്റത്തില്ല, നീ ഓതുന്നെങ്കിൽ ഞാനും പഠിക്കാൻ ആരംഭിക്കുകയാണ്. അവരും പഠിക്കാൻ ആരംഭിച്ചു. അവർ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ആയപ്പോൾ നിങ്ങൾക്കൊരു ജുസുവേ ആകാൻ പറ്റിയുള്ളൂ. ഒരു ജുസു നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങൾ പടച്ചവന്റെ സന്നിധാനത്തിലേക്ക് മരിച്ചുപോയി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറവി നാളെ ആഖിറത്തിൽ അല്ലാഹു പറയും, ഹാഫിദീകളുടെ കൂട്ടത്തിൽ ഒരു ജുസുവിന്റെ ഹാഫിദും കൂടി നടന്നുകൊണ്ട്. ഇതാണ് ദീൻ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വആതവുസ്സകാ وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. പരിശുദ്ധ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതുകയും നമസ്കാരാദി പടച്ചവനോടുള്ള കടമകൾ നിർവഹിക്കുകയും ദാനധർമ്മം പോലെ സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്നവരാരോ ഒരിക്കലും നഷ്ടമുണ്ടാകാത്ത കച്ചവടത്തിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. ഖുർആൻ യർജൂന തിജാറതൻ ലൻ തബൂർ.
ഹോളി ഖുർആനിന് വേണ്ടി പണം മുടക്കിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കച്ചവടം ലാഭകരം. ഇതിനുവേണ്ടി കഠിനാധ്വാനം നടത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ അധ്വാനം മംഗളകരം. ഞാൻ കേട്ടു ഒരു മാസമായി തളർന്നിരിക്കുന്നു, ഇനിയും ഞങ്ങൾക്ക് അധ്വാനമുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവും സമ്പത്തും സമയവും ചെലവഴിക്കാൻ ഏറ്റവും നല്ലൊരു മേഖല നൽകിയിരിക്കുന്നു. ഈ സ്ഥലം ഖുർആനിന് വേണ്ടി വിട്ടുകൊടുത്തവരെ, മുമ്പിലുള്ള കെട്ടിടം ഖുർആനിന് വേണ്ടി നിർമ്മിച്ചവരെ, ഖുർആൻ ഓതാൻ വേണ്ടി മക്കളെ വീട്ടിൽ നിന്നും കൈക്ക് പിടിച്ച് മദ്രസയിൽ അയക്കുന്ന ഉമ്മമാരെ, ഖുർആനിക സ്ഥാപനങ്ങൾക്ക് വേണ്ടി പിടിയരി കൊടുക്കുന്നവരെ, ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈമാൻ ഉണ്ടാക്കിയെടുക്കൽ. അതുകൊണ്ട് നാം എല്ലാവരും ഉറച്ച തീരുമാനമെടുക്കൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഏതാനും ദിവസം 30, 1, 2 തീയതികൾ നമ്മൾ ഖുർആനിന്റെ തണലിലായി ഇവിടെ കഴിച്ചുകൂട്ടൽ. പകലിവിടെ വിദ്യാർത്ഥികളുടെ പരിപാടികളുണ്ടാകും. നമ്മളവിടെ വന്നിരിക്കുന്ന ഇബാദത്താണെന്ന് മനസ്സിലാക്കിയിരിക്കും. നിങ്ങൾ പറ്റിയാൽ ഖുർആൻ ശരീഫ് കൈയെടുത്ത് പിടിക്കും. എന്നിട്ട് കുട്ടികൾ ഓതൽ കേട്ട് നിങ്ങൾ കൂട്ടത്തിൽ ഓതിക്കൊണ്ടിരിക്കും. തുറന്നു പറയുകയാണ്, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ വന്നിരിക്കും. ആഹാരം മറ്റ് കഴിക്കാൻ വീട്ടിൽ പോയി തിരിച്ചു വരും. വൈകുന്നേരങ്ങളിൽ ഉലമാക്കളുടെ പ്രഭാഷണങ്ങൾ നടക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കും. മറ്റുള്ളവരെക്കാൾ കൂടുതലായി നാട്ടിലുള്ള ഓരോ സഹോദരി സഹോദരന്മാരും എന്നല്ല എന്റെ മനസ്സ് തുറന്നു പറയുന്നു, നിങ്ങൾ പരിസരത്തുള്ള അമുസ്ലിമീങ്ങളെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കും. മതം മാറ്റാനൊന്നുമല്ല, വന്നിരിക്കും. നിങ്ങൾ ഈ സംസാരം ഒന്ന് കേൾക്കും. നിങ്ങൾ ഈ ഖുർആനെ പാരായണം ഒന്ന് കേൾക്കും. അവർക്ക് വെള്ളം കൊടുക്കും, അവർക്ക് ചായ കൊടുക്കും. അവർ ഇരിക്കട്ടെ, അവരെ നമ്മൾ സ്വാഗതം ചെയ്ത് ഇരുത്തിൽ. നിങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം വരും. ഞാൻ മുസ്ലിമീങ്ങളെ മന്ത്രിക്കാറുണ്ട്. അവരുടെ വീടുകളിൽ പോയി അവരുടെ അരികിൽ പോയി നിന്ന് പരിശുദ്ധ ഖുർആനോദി മന്ത്രിക്കാറുണ്ട്. എനിക്കതിൽ കൂടി അല്ലാത്തവരെ അത്ഭുതങ്ങൾ കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മൾ അവരെയും വിളിച്ചുകൊണ്ട് വരും. ചുരുങ്ങിയ പക്ഷം ഈ വെട്ടൂര് മഹലിലുള്ള മുഴുവൻ വീടുകളിൽ നിന്നും ആളുകളെ നമ്മളെല്ലാവരും ഫോൺ വിളിച്ച് നേരിട്ട് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖുർആനിക വസന്തമാണ്. 3 ദിവസം ഇവിടെ ഖുർആൻ അത്ഭുതകരമായി അതിന്റെ അവാച്യമായ വിരിയിപ്പുകൾ നടക്കുകയാണ്, സുഗന്ധം പരക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നാം ഈ പരിപാടിയിൽ കാര്യമായി പങ്കെടുക്കൽ. അള്ളാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ വാക്ക് അവസാനിപ്പിക്കുന്നു. അള്ളാഹുവേ റഹ്മാനെ, ഞങ്ങൾ നിന്റെ അടിമകളാണ്, അടിമകളുടെ മക്കളാണ്. നിന്റെ അനുഗ്രഹീതമായ നാമം ഞങ്ങൾ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അള്ളാഹുവേ, അൻത ജഅലൽ ഖുർആനൽ അദീമ റബീഅ ഖുലൂബിനാ, പരിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ മനസ്സിന്റെ വസന്തമാക്കണമേ. വജിലാ അഹ്സാനിനാ, ഞങ്ങളുടെ ദുഃഖത്തിന്റെ ദൂരീകരണമാക്കണേ. റഹ്മാനെ, ലോകം മുഴുവനും കഷ്ടപ്പെടുന്ന നിന്റെ ഹബീബിന്റെ ഉമ്മത്തിന്റെ ദുഃഖത്തിന്റെ ദൂരീകരണമാക്കണേ. അല്ലാഹുവേ, മക്കൾ നഷ്ടപ്പെട്ട പാപത്തുകളുടെ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സാധുക്കളുടെ, അതുപോലെ ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന പാപത്തുകളുടെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ദൂരീകരണത്തിന് കാരണമാക്കണേ. അല്ലാഹുവേ, വശിഫാ അസ്കാമിന, ഞങ്ങളുടെ രോഗങ്ങളുടെ ശമനത്തിന് കാരണമാക്കണേ. അല്ലാഹുവേ, ക്യാൻസർ ബാധിച്ച പാപത്തുകൾ, സിഹറുകളിൽ മറ്റും കുടുങ്ങിയവർ, പനിയുടെ കടുപ്പത്തിൽ കഴിയുന്നവർ എല്ലാവർക്കും ഷിഫായിക്ക് കാരണമാക്കണേ. അല്ലാഹുവേ റഹ്മാനെ, ഷിഫായിക്ക് കാരണമാക്കണേ. അല്ലാഹുവേ, വസായിഖനാ വഖായിദനാ ഇലാ ജന്നാതിക ജന്നാത്തിൻ നഈം, സ്വർഗ്ഗത്തിലേക്കുള്ള ഞങ്ങളുടെ വഴികാട്ടിയാക്കണേ. അല്ലാഹുവേ, മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസാലിഹീൻ, മഹാന്മാരായ നബിമാർ, ഔലിയാക്കൾ, മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ കാരണമാക്കണേ. അല്ലാഹുവേ, ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ. അല്ലാഹുവേ, ഇതിനെ നീ ഉയർന്ന നിലയിൽ കബൂലാക്കണേ. അല്ലാഹുവേ, ഇതിനുവേണ്ടി സാമ്പത്തികമായി ശാരീരികമായി ബുദ്ധിമുട്ടിയ എല്ലാവർക്കും നല്ല കൂലിക്ക് കാരണമാക്കണേ. അല്ലാഹുവേ റഹ്മാനെ, ഈ സമ്മേളനത്തിന് വേണ്ടിയുള്ള സമ്മേളനമാക്കാതെ ഖുർആനിക യാത്രയ്ക്ക് സഫലമായ സുഗതമായ ഒരു പ്രയാണത്തിനുള്ള പ്രേരകമാക്കണേ. അല്ലാഹുവേ, ഇവിടെ സംസാരിക്കുന്ന ഉസ്താദുമാർ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന കുഞ്ഞുങ്ങൾ, സദസ്സ് നിയന്ത്രിക്കുന്ന ജഡ്ജിമാര്, എല്ലാവർക്കും ഇഖ്ലാസും ഇസ്തിഖാമത്തും ആഫിയത്തും നൽകണേ. അല്ലാഹുവേ റഹ്മാനെ, ഒരു നല്ല മഹല്ലായി ലോകത്ത് മുഴുവനും പ്രകാശിക്കുന്ന ഒരു ഖുർആനിക മഹല്ലായി, മുഹമ്മദി മഹല്ലായി
ഈ സ്ഥലത്തെ നീ കബൂലാക്കണേ അല്ലാഹുവേ. റഹ്മാനെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആക്കളെ നീ കബൂലാക്കണേ അല്ലാഹുവേ.